റാഗി പൗഡർ വെച്ചിട്ട് നമുക്ക് ബ്രൗണി പോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ്. വറുക്കാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്തത്. അത് ഷുഗർ ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മാറ്റിയേക്കാം. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 10-12 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ്. പിന്നെ പൊടിക്കാത്തതാണെങ്കിലും ഫ്ലാക്സ് സീഡായിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റാഗി പൊടിയിലേക്ക് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ റാഗി പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് വല്ലാതെ കട്ടിയായി പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിൽ പാലോ മുട്ടയോ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട, വെള്ളമാണ് ഒഴിക്കേണ്ടത്. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ, ഒന്നിച്ച് ഒഴിക്കരുത്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഈത്തപ്പഴം അരക്കുമ്പോഴും ഒഴിച്ചിരുന്നു. ഇപ്പോഴും ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് എത്രയാണോ വേണ്ടത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമുക്ക് ആ മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ ഒരു സെമി തിക്ക് ആവണ വരക്കും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് പകരം ബട്ടർ ഉരുക്കിയത് ഒഴിക്കുക കേട്ടോ. പിന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കണം. അത് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല, മറക്കാതെ ഒഴിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു ടിന്നിലേക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്ന ആ ഒരു ടിന്നിലാണ് ഇത് ഒഴിക്കുന്നുണ്ട്. ബട്ടർ പേപ്പറും വിരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനും വെക്കണം കേട്ടോ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇനി ഈ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇടാം. പിന്നെ കുറച്ച് ബദാമും വാൾനട്ടുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സാണ് ഉള്ളത് അതിടാം. എന്നിട്ട് നമുക്ക് ഓവനിൽ 180 തന്നെ 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. ചില ഓവനിൽ 40 മിനിറ്റ് എടുക്കും, ചിലതിൽ 30 മിനിറ്റിൽ വെന്ത് കിട്ടും കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഓവനിനനുസരിച്ചിട്ടാക്കാം. അവനില്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് ചൂടാറിയ ശേഷം നമുക്ക് പേപ്പറൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മധുരം നിർബന്ധമുള്ളവർക്ക് ഹണി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടൊക്കെ കഴിക്കാം. അല്ലാതെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടപ്പെടും.